റോമാരൂപതയിലെ എക്സോർസിസ്റ്റായിരുന്ന ഗബ്രിയേലി അമോർത്ത്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അച്ഛനെ പറ്റി. അച്ഛന് ഏതാനും മാസം മുമ്പാണ് മരിച്ചത്. അനേക വർഷങ്ങൾ അച്ഛന് റോമാരൂപതയിൽ റോമിൽ ഫുൾ ടൈം ഭൂതോച്ചാടകനായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം, 2 പുസ്തകങ്ങളുണ്ട്. ആൻ എക്സോർസിസ്റ്റ് ടെൽസ് ഹിസ് സ്റ്റോറി, മോർ സ്റ്റോറീസ്. അങ്ങനെ ആ പുസ്തകം ശാലോമിൽ നിന്നും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഭൂതോച്ചാടകൻ്റെ അനുഭവക്കുറിപ്പുകൾ, ഓർമ്മക്കുറിപ്പുകൾ അങ്ങനെ പറഞ്ഞുകൊണ്ട്. ഈ പുസ്തകത്തിൽ അച്ഛന് 2ാമത്തെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അച്ഛന് ചില ആൾക്കാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് എഴുതുന്നുണ്ട്. അതിൽ ഒരു ചോദ്യം ആൾക്കാർ എഴുതി ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: വി വെയർ വെരി ഡിസ്ട്രെസ്ഡ് ബൈ സ്ട്രേഞ്ച് നൈറ്റ്ലി നോയ്സസ് വി വുഡ് ഹിയർ ഇൻ അവർ ഹൗസ്. ഞങ്ങളുടെ വീട്ടിൽ കേട്ടിരുന്ന എന്തൊക്കെയോ ഒരു വിചിത്രമായ, അസാധാരണമായ അപസ്വരങ്ങൾ മൂലം വല്ലാണ്ട് അസ്വസ്ഥരായിരുന്നു. ലേറ്റർ വി ഫൗണ്ട് ഔട്ട് ദാറ്റ് ദി ഫോമർ ടെനന്റ് ഹാഡ് കമ്മിറ്റഡ് സൂയിസൈഡ് ബൈ ഹാങ്ങിങ് ഹിംസെൽഫ് ദെയർ. പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി, അന്വേഷിച്ചപ്പോൾ ആരോ പറഞ്ഞു കേട്ടു, അതിനു മുമ്പ് ആ വീട്ടിൽ താമസിച്ചിരുന്ന വീട്ടു താമസക്കാരൻ ആ വീട്ടിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചിരുന്നു. ഫോളോയിങ് ദി അഡ്വൈസ് ഓഫ് എ ഫ്രണ്ട് ഹു ബിലോങ്ഡ് ടു റിന്യൂവൽ ഇൻ ദി സ്പിരിറ്റ്. ഒരു പ്രത്യേക പ്രാർത്ഥന കൂട്ടായ്മയിലുള്ള ഒരു സുഹൃത്തുമായിട്ട് ഇതേപ്പറ്റി സംസാരിക്കാൻ ഇടവന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് വി ഹാഡ് മെനി ഗ്രിഗോറിയൻ മാസസ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് സോൾ ആൻഡ് ദ നോയ്സസ് സീസ്ഡ്. ഞങ്ങൾ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്ത് മരിച്ചുവെന്ന് കേട്ട വ്യക്തിക്ക് വേണ്ടിയിട്ട്. അതോടുകൂടെ ഈ അപസ്വരങ്ങൾ, അപശബ്ദങ്ങൾ അവസാനിച്ചു. I could tell you other phenomena that can be attributed to the dead. ഇതുപോലെ ഭംഗിയല്ലാത്ത അല്ലെങ്കിൽ ഒരുക്കമില്ലാത്ത രീതിയിൽ മരിച്ചു കടന്നു പോയ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കുന്ന പല സംഭവങ്ങൾ എനിക്ക് വേറെയും പറയാനായിട്ട് സാധിക്കും. എന്താണ് ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വ്യക്തി എഴുതി ചോദിച്ചിരിക്കുകയാണ്. അതിന് അച്ഛന് ഉത്തരം കൊടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അവസാനം ആ ഉത്തരത്തിൻ്റെ അവസാനത്തിൽ അച്ഛന് പറയുന്നത് വളരെ കൃത്യമായിട്ട്, വ്യക്തമായിട്ട് ഇതേപ്പറ്റി പഠിപ്പിക്കുവാനായിട്ട് ഉള്ള ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ ഇല്ല. പക്ഷെ എനിക്ക് ചുരുക്കി പറയുവാനുള്ളത്, നിങ്ങൾ ചെയ്തതായിട്ട് പറഞ്ഞതായ കാര്യം തന്നെയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ടത്. അവർ ഗ്രിഗോറിയൻ കുർബാന ചൊല്ലിച്ചു. ഗ്രിഗോറിയൻ കുർബാന എന്ന് പറയുന്നത് വേറെ പ്രത്യേക കുർബാനയൊന്നുമല്ല. നമ്മൾ സഭയിലെ നമ്മുടെ കുർബാന തന്നെ എങ്ങനെ ചൊല്ലുന്നതാണ് ഗ്രിഗോറിയൻ കുർബാന? 30 ദിവസം അടുപ്പിച്ച് മരിച്ചുപോയ ഒരു വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛൻ തന്നെയോ അല്ലെ പല അച്ഛന്മാരാണെങ്കിൽ പോലും 30 ദിവസം മുടങ്ങാതെ അടുപ്പിച്ച് കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഗ്രിഗറി ദി ഗ്രേറ്റ് എന്ന് പറഞ്ഞ മാർപ്പാപ്പ ആരംഭിച്ച ഒരു അനുവദിച്ചു വന്നൊരു പ്രത്യേക പ്രാർത്ഥന രീതിയാണത്. ആത്മീയ പോരാട്ടത്തിൻ്റെ ഒരു വശം കുർബാന ചൊല്ലിക്കുന്ന രീതി ഇന്ന് സഭയിൽ നിലവിലുണ്ട്. ഗ്രിഗോറിയൻ കുർബാന അത് എല്ലാ അച്ഛന്മാരും ഏറ്റെടുക്കാറില്ല. ഇടവകയിലേക്കുള്ള അച്ഛന്മാർക്ക് സാധിക്കില്ല. കാരണം ഏറ്റെടുത്താൽ 30 ദിവസം കുർബാന മുടങ്ങാതെ ചൊല്ലണമെന്നാണ് അങ്ങനത്തെ ഒരു കുർബാനക്രമം. ഇപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് ഈ ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ ചിന്ത ആയിട്ട് പങ്കുവെക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരിപ്പിച്ചു തന്ന ഒരു സംഭവം അതുതന്നെയാണ്. അവിടെ ഞാനത് വായിച്ച് കേൾപ്പിച്ചത്. വീട്ടിൽ താമസിക്കാൻ മേലാത്ത സാഹചര്യം, അത് വന്നത് ആൾക്കാരുടെ എന്തെങ്കിലും ദുഷ്ടത കൊണ്ടോ പെരുമാറ്റ മോശം കൊണ്ടോ അല്ല, മറിച്ച് ആ വീട്ട് നേരത്തെ ഉപയോഗിച്ചിരുന്ന വ്യക്തികൾ വഴി സംഭവിച്ച ചില തിന്മകൾ വഴി അവർ കടന്നുപോയി. പക്ഷെ ഇപ്പോൾ ഉള്ളവർക്ക് അവിടെ ജീവിക്കാനായിട്ട് പറ്റുന്നില്ല, നിസ്സഹായപ്പെടുകയാണ്. അപ്പം അതിൻ്റെ പരിഹാരത്തിലേക്ക് അവരെത്തുന്നു. ആത്മീയ അനുഭവമുള്ള വ്യക്തി പറഞ്ഞു കൊടുത്തത് വെച്ച് ആ പരിഹാരം ഈശോയുടെ ബലിയാണ്. ഈശോയുടെ ബലിയിലേക്ക് അവർ ആശ്രയം, അഭയം തേടുന്നു. അതവർ ചെയ്തത്, അവർക്ക് ഉപദേശം കിട്ടിയത് തുടർച്ചയായിട്ട് കുർബാനയെ അർപ്പിക്കുക. കുർബാനയെ സംബന്ധിച്ച് അർപ്പിക്കാൻ അച്ഛനെ ഏൽപ്പിച്ച് 30 കുർബാനയെ അർപ്പിച്ചപ്പം
ആ വീടിൻ്റെ അന്തരീക്ഷം മാറി. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ നമ്മളെ വല്ലാണ്ടാക്കുന്ന, സ്വാധീനിക്കുന്ന അനേക കാര്യങ്ങൾ ഉണ്ട്. അദൃശ്യ ലോകം എന്ന് പറയുന്നത് നാം എല്ലാവരോടും ഒപ്പമുള്ള ഒരു കാര്യമാണ്. നമുക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയ സംരക്ഷണ സാന്നിധ്യം ഉണ്ട്. വിശുദ്ധ കുർബാനയിൽ എത്രയോ പ്രാവശ്യം ശുശ്രൂഷ പറയും, അത്യുന്നതങ്ങൾ ഈ കണ്ണുകൾ ഉയർത്തുവിൻ, ഇപ്പോൾ ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതിനെ പറ്റി ധ്യാനിക്കുവിൻ. കർത്താവിൻ്റെ സിംഹാസനത്തിന് ചുറ്റും മലാഖമാർ ഭയഭക്തിയോടെ നിൽക്കുന്നു, ഇല്ലേ? അപ്പം മുറിക്കുമ്പം പാടും, തിരുമേ വിഭജിക്കും, വൈദികനെ സൂക്ഷിച്ച് വീക്ഷിച്ചുകൊണ്ട് ക്രോവേശ്രാപ്പന്മാർ അത് ആദരവോടെ ആൾത്താർക്ക് ചുറ്റും നിൽക്കുന്നു. ഇതൊക്കെ വെറും ഭംഗി വാക്കുകളും ഭക്തി പ്രയോഗങ്ങളും മാത്രമാണോ? വിശ്വാസി കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യം ഉള്ളയാളാണ്. എബ്രായർ 11:27 അദൃശ്യനായവനെ ദർശിച്ചാൽ എന്ന പോലെ അവൻ സഹിച്ചു നിന്നു. നമുക്കും ഒരുപാട് സഹനങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ ഒരുപാട് അവസരത്തിൽ തകർന്നു പോകുന്നു. ഈ അദൃശ്യനായവൻ കൂടെയുള്ളത് അറിയുന്നില്ല. കൂടെയുള്ള അദൃശ്യനായവനെ ദർശിക്കാൻ കണ്ണുകൊണ്ട് സാധിക്കുകയല്ല, അത് കണ്ണ് തമ്പുരാൻ തുറക്കണം. എലീഷ പ്രാർത്ഥിച്ചപ്പോൾ ഗേഹസിയുടെ കണ്ണ് തുറന്നപ്പം ഗേഹസി കണ്ടു. അതുപോലെ ദർശന വരം ദൈവം തരും. അനേകർക്ക് ദർശനവരം ഇവിടെ ഉള്ളവർ തന്നെ ദർശനവരം ഉള്ളവരുണ്ട്. ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാത്ത ചില അവസരങ്ങൾ ദർശനത്തിൽ കാഴ്ചയിൽ കാണുന്നവരുണ്ട്. ചിലപ്പോൾ അവിശ്വാസം തോന്നും, സംശയം തോന്നും. ചിലപ്പോൾ ഒരു ദർശനം കിട്ടിയിട്ടില്ലാത്തവരുണ്ടായിരിക്കാം. അതേപ്പറ്റിയും ഭാരപ്പെടണ്ട. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണെന്ന് തോമാസ് ശ്രീകാട് ഈശോ പറഞ്ഞിട്ടുണ്ട്. ദർശനവരം അങ്ങനെ കാണാൻ കിട്ടുന്നില്ലാത്തവർക്കും തമ്പുരാൻ ഉറപ്പ് നൽകുന്ന അടയാളങ്ങൾ, ചില സാന്നിധ്യം നൽകുന്ന അടയാളങ്ങൾ ഉണ്ടാവും. നമുക്ക് ഒരുപാട് അവസരങ്ങളിൽ സഹിച്ചു നിൽക്കാൻ പറ്റാത്തത് ഈ കൂടെയുള്ള തമ്പുരാനെ നമ്മൾ അറിയുന്നില്ല, അല്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല, ഉണ്ടെന്നൊരു ബോധ്യം കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരുപാട് അവസരം നമ്മൾ സഹനത്തിൽ തളർന്നും തകർന്നു പോകുന്ന പോലെ വരുന്നുണ്ട്. അത് അദൃശ്യമായ ലോകത്തിൻ്റെ ഒരു വശമാണ് നമ്മുടെ കൂടെയുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയുക. നമ്മുടെ കൂടെയുള്ള ദൈവസാന്നിധ്യം തിരിച്ചറിയുക. അതിൻ്റെ മറുവശം നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ശല്യപ്പെടുത്താനോ നശിപ്പിക്കാനോ ഒക്കെ നോക്കുന്ന പൈശാചിക സാന്നിധ്യങ്ങളെ പറ്റിയുള്ള ബോധ്യവും നമുക്കുണ്ടാവണം. ആദ്യം വായിച്ച് കേട്ടതായ ആ വീട്ടിൽ അപസ്വരങ്ങൾ കേൾക്കുന്നു. അവിടെ ആരും മനുഷ്യർ പോയി ഒച്ച കേൾപ്പിക്കുന്നില്ല. എന്നിട്ടും ചെവി കൊണ്ട് കേൾക്കാവുന്ന സ്വരങ്ങളുണ്ടാകുന്നു. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനത്തെ അനുഭവങ്ങളുണ്ടാവും. ഒരു മാനുഷിക എന്തെങ്കിലും ഭൗതിക സാന്നിധ്യം അല്ലാതെ തന്നെ അവസരങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന സ്വരങ്ങളുണ്ടാകുന്ന അനുഭവം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. പിശാച് എന്നൊക്കെ പറയുന്നത് വത്തിക്കാൻ കൗൺസിലിന് മുമ്പുള്ള ഒരു ചിന്തയാണ്. അങ്ങനത്തെ ഒരു സാധനമൊന്നും ഇല്ല. അതൊക്കെ അന്ന് ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടത്തിലുള്ള ആൾക്കാരുടെ ചില അന്ധവിശ്വാസങ്ങൾ. പിന്നെ മധ്യകാലഘട്ടത്തിലൊക്കെ അതിൻ്റെ ചുവട് വെച്ചൊക്കെ ഒത്തിരി അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെയൊക്കെ പോയി വന്നതാണ്. ഇപ്പോൾ ശാസ്ത്രമൊക്കെ വളർന്നു, സൈക്കോളജി, മെഡിക്കൽ സയൻസ് ഒക്കെ കയറി വന്നപ്പം പിശാചാണെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഇന്ന് ശാസ്ത്രം വഴിയും കൗൺസിലിംഗ് വഴിയും ഒക്കെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ തന്നെയുള്ള ചില പ്രസ്താവനകൾ പോലും ചില സഭാ സമൂഹങ്ങളിൽ, കത്തോലിക്ക സഭയിലല്ല, എഴുതി വച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശാസ്ത്രവും സാമാന്യ പ്രാർത്ഥനയും, മരുന്നും വൈദ്യശാസ്ത്രം, സാമാന്യ പ്രാർത്ഥനയും അജപാലന ഇടവകയിലുള്ള അജപാലന കാര്യങ്ങളും കൊണ്ട് പരിഹരിക്കാൻ സാധിക്കുകയില്ലാത്ത ഒരു പൈശാചിക ഇൻവേർട്ടർ കോമാസിൽ ഇടപെടലും ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഭാ കൗൺസിൽ ഒരു പ്രസ്താവന തന്നെ എഴുതിയിട്ടത് കത്തോലിക്ക സഭയിലല്ല. അതുപോലും രേഖയായിട്ട് കിടപ്പുണ്ട്. ഒരു ദിവസം പാപ്പ പോളാറാമൻ ഇങ്ങനെ പറഞ്ഞു,
From some crevice, the smoke of Satan has entered into the temple of God. ഏതോ ഒരു വിള്ളലിലൂടെ, പൊത്തിലൂടെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക്, സഭാ സൗധത്തിലേക്ക് സാത്താൻ്റെ പുക, സാത്താൻ്റെ കട്ടപ്പുക കുമുകുമാന്ന് കയറി വരുന്നു. ഇങ്ങനെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള, ഡ്രമാറ്റിക് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് സഭയെ ഒരു ദേവാലയം, വലിയ സൗധം, സഭാ സൗധത്തിലേക്ക് ഏതോ വിള്ളലിലൂടെ പൊത്തലിലൂടെ സാത്താൻ്റെ കട്ടപ്പുക കയറി വന്ന് ഇതിനകത്ത് മുഴുവൻ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പാപ്പ ഒരു പരാമർശം നടത്തി 1972 ജൂൺ മാസം 29 ഇത് കേട്ട ആൾക്കാരൊക്കെ നെറ്റ് ചൊളിച്ചു. എന്താ ഇങ്ങനെ പറയുന്നത്? രണ്ടാം വത്തിക്കാൻ കൗൺസിലും കഴിഞ്ഞ 20ാം നൂറ്റാണ്ടിൽ സാത്താനെ പറ്റി വീണ്ടും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എങ്ങോട്ടായി പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരി കമൻ്റ് എല്ലാം വന്നു. പാപ്പ ഒന്നും മിണ്ടിയില്ല. ജൂൺ 29 കഴിഞ്ഞു. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആയപ്പോൾ നവംബർ 15 അദ്ദേഹം എഴുതി തയ്യാറാക്കിയ ഒരു പ്രസംഗമായിട്ട് വന്നു. 2, 4, 6, 8, 8 പേജ് ഈ പുസ്തകത്തിനകത്ത് അത് അമോർത്തച്ഛനെടുത്ത് അതേപടി കൊടുത്തിരിക്കുകയാണ്. 8 പേജ് ഇതിനകത്ത് വരുന്ന ഒരു പ്രസംഗം ഈ പൈശാചരത്തെ പറ്റി. അതിനകത്ത് പാപ്പ ഇങ്ങനെ പറഞ്ഞാണ് ആരംഭിച്ചത്. അദ്ദേഹം ഒരുങ്ങി തയ്യാറാക്കിയ പ്രസംഗമാണ്. ഐ ഫീൽ ദാറ്റ് ഐ മസ്റ്റ് ടോക്ക് ടു യു about an unusual subject that fits within the logic of the teachings I have been developing in my pastoral audience. എനിക്ക് നിർബന്ധമായിട്ട് അനുഭവപ്പെടുന്നൊരു വിഷയത്തെപ്പറ്റി പറഞ്ഞേ പറ്റുമെന്ന്. എന്താണ് ആ വിഷയം? വാട്ട് ഈസ് എ സബ്ജക്റ്റ്? എന്താണ് ആ വിഷയം? ഐ ആം റെഫറിങ് ടു ദ നീഡ്സ് ഓഫ് ദി ചർച്ച്. സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ദി വൺ നീഡ് ദാറ്റ് ഹോൾഡ്സ് മൈ അറ്റൻഷൻ ദിസ് മോർണിംഗ് ഈസ് അൺയൂഷ്വൽ ആൻഡ് ഡിഫിക്കൽട്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന വിഷയം, സഭയുടെ ആവശ്യമായിട്ട് വന്നിരിക്കുന്ന വിഷയം അസാധാരണവും ബുദ്ധിമുട്ടുള്ളതുമാണ്. അസാധാരണമായൊരു വിഷയമാണ്, എളുപ്പമുള്ള വിഷയമല്ല. ഡിഫൻസാണ്, പ്രതിരോധം. ദ തോട്ട് ഹോൺസ് മീ. ഈ ചിന്ത എന്നെ വേട്ടയാടുകയാണ്, വിടാതെ എന്നെ പിടിക്കുകയാണ് ഈ ചിന്ത. ഡിഫൻസ് അഗൈൻസ്റ്റ് ഹും? ആർക്കെതിരെയുള്ള പ്രതിരോധമാണ്? സെന്റ് പോൾ ടെൽസ് us that we must fight. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ യുദ്ധം ചെയ്യണം, നമ്മുടെ പടപൊരുതണം. എന്തിനെതിരെയാണ് പടപൊരുതേണ്ടത്? വി നോ ദാറ്റ്, ബട്ട് എഗൈൻസ്റ്റ് ഹും? ആർക്കെതിരെയാണ് പടപൊരുതേണ്ടത്? പളറാമ്പ ചോദിക്കുകയാണ്, ആർക്കെതിരെയാണ്? സെന്റ് പോൾ റിമൈൻസ് us often that we must fight like soldiers. പടയാളിയെ പോലെ പടപൊരുതണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. He says that our fight is not against visible things such as flesh and blood. Still we must engage in battle. ശരീരത്തിനും രക്തത്തിനും എതിരെയല്ല, മാംസത്തിനും രക്തത്തിനെതിരെയല്ല, അദൃശ്യമായ ശക്തികൾക്കെതിരെ നമ്മൾ പടപൊരുതണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് അത് ശക്തികൾ? ഐ കോൾ ഇറ്റ് കൊമ്പാറ്റ് അഗൈൻസ്റ്റ് ദ ഡാർക്ക്നെസ്. അന്ധകാരത്തിനെതിരെയുള്ള പോരാട്ടം എന്ന് ഞാൻ അതിനെപ്പറ്റി പറയും. എന്നിട്ട് പാപ്പ പറയുകയാണ്, വി മസ്റ്റ് fight against spirits, the spirits that swarm all around us. പൈശാചിക അരൂപികൾക്കെതിരെ പടപൊരുതണം. എന്നിട്ട് പാപ്പ വീണ്ടും പറയുകയാണ്, നമുക്ക് ചുറ്റും കുമിഞ്ഞു കൂടുന്ന പൈശാചിക അരൂപികൾക്കെതിരെ പടപൊരുതണം. നമുക്ക് ചുറ്റും ഇങ്ങനെ കുമിഞ്ഞു കൂടുന്ന ഒരുപാട് കൊതുകുള്ള സ്ഥലത്ത് പോയിരുന്നാൽ കൊതുകെല്ലാം കൂടെ പൊതിഞ്ഞു വരുമ്പോൾ നമുക്കറിയാം, മൂളി മൂളി പറന്ന് ഇവിടുന്ന് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇമേജറിയാണ് പാപ്പ അവിടെ ഉപയോഗിക്കുന്നത്. വീണ്ടും ഇൻ അതർ വേർഡ്സ്, വി മസ്റ്റ് ഫൈറ്റ് അഗൈൻസ്റ്റ് ദ ഡീമൻ. പൈശാചിക ശക്തികൾക്കെതിരെ നമ്മൾ പടപൊരുതണം. പിന്നെ ഇവിടെ പറയാം, വി ഡു നോട്ട് തിങ്ക് അബൌട്ട് ദിസ് റിയാലിറ്റി എനിമോർ. കുറെ നാളുകളായിട്ട് നമ്മൾ ഇതേപ്പറ്റി ചിന്തിക്കാറില്ലായിരുന്നു. 6 വർഷമായിട്ട് പാപ്പ ഒരിടത്ത് പോലും വേണ്ടിയിട്ടില്ല ദാമ്പത്യ കഴിഞ്ഞതിന് ശേഷം. But now I wish to draw your attention to this terrible and unavoidable subject. പക്ഷെ 6 വർഷം ഞാൻ ഇതേപ്പറ്റി മിണ്ടിയിട്ടില്ല, ശരിയാണ്, നമ്മൾ ആരും തന്നെ ചിന്തിക്കുന്നില്ല ഇങ്ങനെ വിഷയമുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക്, ദിസ് ടെറിബിൾ ആൻഡ് അൺഅവോയ്ഡബിൾ സബ്ജക്റ്റ്, ഈ ഭയം ജനിപ്പിക്കുന്ന അതേസമയം ഒഴിവാക്കാൻ പറ്റാത്ത വിഷയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. We must fight against this enemy, terrible and invisible.
നമ്മൾ ഈ ശത്രുവിനെതിരെ പടപൊരുതിയെ പറ്റൂ. അവൻ അദൃശ്യനാണ്, ഭയങ്കരനാണ്. Who sets snares for our life and against whom we must defend ourselves. ഇവൻ നമുക്കെതിരെ വലകൾ വെക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, why do we not speak about it anymore? എന്തുകൊണ്ടാണ് നമ്മൾ കുറേ നാളുകളായിട്ട് ഈ പൈശാചിക കാര്യങ്ങളെ പറ്റി ചിന്തിക്കാറില്ലാത്ത, പറയാറില്ലാത്തത്? പാപ്പ ചോദിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇച്ചിരി ചുരുക്കി പറയുകയാണ്. വി ആർ സ്പീക്കിംഗ് ഓഫ് ഈവിൾ ആസ് എ ഡെഫിഷ്യൻസി, എ ലാക്ക് ഓഫ് സംതിങ്. ഈ ആർട്ടിക്കിള് പപ്പായുടെ ഡെലിവറസ് ഫ്രം ഈവിൾ, പോൾ ആറാമൻ്റെ, ഇത് ഇൻ്റർനെറ്റിൽ ഗൂഗിൾ ചെയ്താൽ അപ്പോഴേ ഈ ഡോക്യുമെൻ്റ് മുഴുവൻ നമുക്ക് കിട്ടും. PDF ആയിട്ട് കിടപ്പുണ്ട്. അങ്ങനെ ആ രീതിയിൽ വായിച്ചറിയാൻ പറ്റുന്നവരത് അതിന് കോപ്പി തന്നെ എടുത്ത് വായിച്ച് മനസ്സിലാക്കുക. സിമ്പിൾ ഇംഗ്ലീഷാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.